പശ്ചിമേഷ്യയിൽ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്നു. കപ്പലിന് നേരിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കടലിലേക്ക് എണ്ണച്ചോർച്ച ഉണ്ടായേക്കാമെന്നാണ് ആശങ്ക. ഇസ്രായേലിലെ ഹൈഫ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് നടന്ന ആക്രമണത്തിൽ വൻ തീപിടുത്തമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകി. അതേസമയം ഹോർമുസ് ഉടൻ തുറന്നില്ലെങ്കിൽ സർവനാശം വരുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അജയ് സുധ ബിജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അജയ്, ഈ 10 ദിവസത്തെ വെടിനിർത്തൽ അത് നിൽക്കുമ്പോൾ തന്നെ വളരെ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകുന്നു പശ്ചിമേഷ്യയിൽ എന്നതാണ് സാഹചര്യം. ട്രംപിന്റെ ഈ വെടിനിർത്തൽ 10 ദിവസത്തെ ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന പ്രഖ്യാപനം തന്നെ പാഴ്വാക്കായോ? തീർച്ചയായിട്ടും ഇപ്പോൾ അതിനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ടെഹ്റാനിൽ ഒരു വലിയ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉൾപ്പെടെ നിലവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്ക നിലവിൽ ഇത്തരത്തിൽ ഇറാനിലുള്ള ഊർജ്ജ അതുപോലെ തന്നെ പവർ പ്ലാന്റുകൾ ആക്രമിക്കില്ല എന്നുള്ള അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആയിരിക്കാം എന്നാണ് സംശയമുള്ളത്. ഇപ്പോൾ ടെഹ്റാൻ അടക്കം നിരവധി നഗരങ്ങളിൽ ചില വൈദ്യുതി ബന്ധത്തിന് തടസ്സം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ആക്രമണം കാരണം. അതേസമയം തന്നെ ഇസ്രായേലിലേക്കുള്ള ആക്രമണവും നിലവിൽ കടുത്തിരിക്കുകയാണ്. വടക്കൻ ഇസ്രായേലുള്ള ഹൈഫ എന്ന് പറയുന്ന ഒരു എണ്ണ ശുദ്ധീകരണശാലയിൽ ശക്തമായിട്ടുള്ള ഇറാനിയൻ അതുപോലെ തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വൻ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. എന്നാൽ മറ്റ് മരണസംഖ്യയോ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ആക്രമണത്തിന് പിന്നിൽ ഈ ഹിസ്ബുള്ളയാണോ അതോ ഇറാനാണോ എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമായിട്ടില്ല. ഈ വടക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണവും രൂക്ഷമായി തന്നെ തുടരുകയായിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ ആക്രമണവും ഇസ്രായേലിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇപ്പോഴും ശക്തമായിട്ട് തന്നെ ഈ വടക്കൻ ഇസ്രായേൽ മേഖലയിൽ തിരിച്ചടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം തെക്കൻ ലെബനൻ മേഖലയിൽ ഇസ്രായേൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചതായിട്ട് അവർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇപ്പോൾ 3 UN-ന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തെക്കൻ ലെബനനിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസ് അതുപോലെ തന്നെ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ സേന IDF ഇതിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണത്തിന്റെ പേരിൽ ഇസ്രായേൽ നിലവിൽ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം 3 മാധ്യമപ്രവർത്തകരുൾപ്പെടെ ഈ തെക്കൻ ലെബനനിൽ കൊല്ലപ്പെട്ടതാണ്. അങ്ങനെ ജനവാസ മേഖലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ഈ തെക്കൻ ലെബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ചർച്ചകളും പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ഇപ്പോൾ ഒരുവിധ ചർച്ചകളും നടക്കുന്നില്ല എന്ന് അദ്ദേഹം വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഇത്തരം ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവും ഇത്തരം ഒരു കാര്യം അത് നിഷേധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ യുദ്ധം നിർത്തിയാൽ മാത്രമേ US-മായി ചർച്ചകൾക്ക് തയ്യാറാകൂ എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്താനുള്ള ഇറാന്റെ ഒരു ആലോചനയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഇറാന്റെ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. IRGC ആണ് ഇത്തരം ഒരു വിവരം പുറത്തുവിട്ടത്. ഇറാനിലെ ഫാസ്റ്റ് ന്യൂസ് ഏജൻസി IRGCയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇതെന്തായാലും തീർച്ചയായും അപ്പോൾ ഹോർമുസിൽ ഇറാൻ പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചനയായി വേണം ആ തീരുമാനത്തെയും ഈ ടോൾ പിരിക്കാനുള്ള നീക്കത്തെയും കാണാൻ. അമേരിക്ക നിലപാട് കടുപ്പിക്കുമ്പോൾ ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതിന്റെ സൂചനകൾ നൽകുകയാണ്. ഇവിടെ അജയ്, നെതന്യാഹുവിന്റെ ഇന്നത്തെ ഒരു സന്ദേശം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ യുദ്ധം പകുതി പിന്നിട്ടിരിക്കുന്നു, എന്ന് അവസാനിപ്പിക്കുമെന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ടില്ല എന്നതാണ് നെതന്യാഹു പറയുന്നത്. നേരത്തെ തന്നെ 1.5 ആഴ്ച മുൻപ് തന്നെ യുദ്ധം ജയിച്ചു എന്ന് ട്രംപ് പറയുന്നിടത്താണ് പകുതി പിന്നിട്ടിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇപ്പോൾ ഈ യുദ്ധമുഖത്ത് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നതും ഇസ്രായേലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നെതന്യാഹു തീരുമാനിക്കുന്നത് പോലെയാണോ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്?
ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രണ്ടുപേരും രണ്ട് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം തന്നെ ചില ഇസ്രായേലി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് ഇസ്രായേൽ ഈ കരയുദ്ധത്തിന് പിന്തുണ നൽകില്ല എന്നാണ്. അതായത് US ഇറാനിലേക്ക് ഒരു കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ കരയുദ്ധത്തിന് കൂട്ടുനിൽക്കില്ല എന്നൊരു രീതിയിലുള്ള പ്രസ്താവന പല ഇസ്രായേലി മാധ്യമങ്ങളിലും ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒരു അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിലവിൽ രേണുക സൂചിപ്പിച്ച ഈ പ്രസ്താവന അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യുദ്ധം നിലവിൽ പകുതി ഭാഗം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. യുദ്ധം എന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് തനിക്ക് ഷെഡ്യൂൾ ചെയ്ത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതായത് ഇതിലൂടെ ഇസ്രായേൽ സൂചിപ്പിക്കുന്നത് ഇനിയും കൂടുതൽ ദിവസങ്ങൾ ഈ സംഘർഷം നീളുമെന്നുള്ളതാണ്. ആദ്യം അമേരിക്ക ഇറാനുമായി ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി ചില സന്ദേശങ്ങൾ ഉൾപ്പെടെ അയച്ചിരുന്നു. ഒരു സമാധാന നീക്കത്തിനുള്ള ശ്രമങ്ങൾ US-ന്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ള കാര്യമാണ് അന്ന് അവർ പ്രസ്താവനയായി പുറത്തിറക്കിയത്. അതുപോലെ തന്നെ അമേരിക്ക ഒരു ഭാഗത്ത് സമാധാനത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നു, ഇസ്രായേൽ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ കാണാനാകുന്നത്. എന്തായാലും ഇറാൻ പശ്ചിമേഷ്യയിലെമ്പാടും ഒരു ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു കുവൈറ്റിന്റെ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് വിവരം. അതുപോലെ കുവൈറ്റ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഈ കപ്പലിൽ 24 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ 24 പേരും സുരക്ഷിതരാണ് എന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഈ കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഈ എണ്ണ കടലിൽ പടരുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ ഉൾപ്പെടെ ഒരു കടൽ ജലം മലിനമാകാൻ സാധ്യതയുണ്ട്. അത് മത്സ്യസമ്പത്തിനുൾപ്പെടെ ഒരു വലിയ നാശം സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനിലുള്ള ഒരു മഷ്ഹദ് എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ഒരു വിമാനത്തിന് നേരെ US-ന്റെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് ഇപ്പോൾ നിലവിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ അദ്ദേഹം ഇറാനിൽ നടന്ന ഒരു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഈ മഷ്ഹദ് വിമാനത്താവളത്തിൽ ആക്രമണത്തിന് വിധേയമായ വിമാനം അത് വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് പുറപ്പെടാനിരുന്ന വിമാനമാണ് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഡൽഹിയിലേക്കാണ് ഈ വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇന്ത്യയിൽ നിന്ന് മരുന്നുകളും മറ്റ് അവശ്യ സാധനങ്ങളും ഉൾപ്പെടെ ഈ വിമാനത്തിൽ നിന്ന് ഇറാനിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഇന്ത്യ ഇത്തരം മാനുഷിക സഹായങ്ങൾ ഇറാന് നൽകും എന്ന് അറിയിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് വരാനിരുന്ന വിമാനമാണ് ഇത്തരത്തിൽ ആക്രമണ വിധേയമായത് എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഷാർജയിലേക്കും ഇറാന്റെ ശക്തമായിട്ടുള്ള ആക്രമണമുണ്ട്. ഷാർജയിലെ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ടെലികോം കമ്പനി ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തുറായ എന്ന ടെലികോം കമ്പനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇതിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളുണ്ട്. UAE-യിൽ നിരവധി മിസൈൽ ആക്രമണങ്ങളൊക്കെ എപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ അവിടെ സ്കൂളുകളിലെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ക്ലാസുകൾ ഇപ്പോഴും ഓൺലൈനായിട്ടാണ് തുടരുന്നത്. ഈ വരുന്ന 17-ാം തീയതി വരെ ഇത് ഓൺലൈനാകും എന്നും അവരുടെ ആഭ്യന്തര മന്ത്രാലയം അടക്കം അറിയിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 113 ആയിരുന്നു. ഇന്ന് വീണ്ടും അത് വർദ്ധിച്ച് $115 പെർ ബാരൽ എന്നുള്ള നിരക്കിലെത്തിയിട്ടുണ്ട്. എണ്ണവില കൂടുമ്പോൾ തന്നെ മാർക്കറ്റുകൾ അത് ഇടിവ് രേഖപ്പെടുത്തുന്നു എന്ന വിവരം കൂടിയുണ്ട്. പ്രധാന ഏഷ്യൻ വിപണികളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. നിക്കി ഉൾപ്പെടെ 2% ഇടിവ് രേഖപ്പെടുത്തുന്നു എന്നതാണ് വിവരം. യുദ്ധം കടുക്കും എന്ന ഭയ ആശങ്കകൾ തന്നെയാണോ ഈ വിപണിയെ പിന്നോട്ട് വലിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വിപണി മൂല്യം അത് എല്ലാത്തിലും താഴേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞായറാഴ്ച ഒരു അവധി ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴും വലിയൊരു താഴ്ച, വലിയൊരു ഇടിവ് തന്നെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്ന സാഹചര്യം അതുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു 2% വർധനവുണ്ടായി. അത് $113 ഇന്ന് വീണ്ടും അത് കുറച്ചുകൂടി ഉയർന്ന് $115 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിൽ
നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഈ വർധനവുള്ളത്, US മാർക്കറ്റിലടക്കം ഈ എണ്ണവിലയിലെ ഈ വിലക്കയറ്റം അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ഈ എണ്ണവിലയെ നിയന്ത്രിക്കാൻ വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതൊന്നും ഫലവത്താവാത്ത രീതിയിൽ യുദ്ധ സാഹചര്യങ്ങളും അത് തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ 2 എണ്ണക്കപ്പലുകൾക്ക് കൂടി കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. 18 കപ്പലുകൾക്ക് കൂടി ഇതുവഴി കടന്നു പോകാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ഇറാനോട് തേടുന്നതായിട്ടാണ് വിവരമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പലുകൾ കൂടി ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നതോടെ അത് വലിയൊരു ആശ്വാസകരമാകും. പക്ഷേ ഈ ഇറാൻ ടോൾ നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാഷ്ട്രങ്ങളെയും ബാധിക്കുമോ എന്നുള്ള സംശയവും പലരും രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ഈ എണ്ണക്കപ്പലുകളുടെ കടന്നുവരവിന് കാലതാമസം ഉണ്ടായേക്കാം. ശരി, അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.